എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് സാബുദാന കിച്ചടി. സാബുദാന എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൗവരി, മലയാളത്തില് നമ്മൾ സാധാരണ പായസത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ചൗവരി അല്ലെ. അപ്പോൾ എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഈ സാബുദാന കിച്ചടി കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ റീസെന്റ് ആയിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ സാബുദാന കിച്ചടിയുടെ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ പ്രത്യേകിച്ച് നവരാത്രിയൊക്കെ ആകുമ്പോൾ അവര് സാബുദാനയുടെ ഐറ്റംസ് ആണ് കൂടുതൽ കഴിക്കുക. സാബുദാന കിച്ചടി, സാബുദാന വട തുടങ്ങിയ സംഭവങ്ങൾ എല്ലാതും. അപ്പോൾ ഞാൻ കുറെ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാധാരണ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു കിച്ചടി രീതിയിൽ, അല്ലാതെ വ്രതം നോൽക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. കാരണം വ്രതം നോൽക്കുന്നവർ എന്താണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാരണ രീതിയിലാണ് കിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. പക്ഷെ ചെറിയ ചെറിയ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നല്ല കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പൊ നവരാത്രി വ്രതം നോൽക്കുന്നവർക്ക് എന്റെ ആശംസകൾ. അപ്പൊ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള സാബുദാന കിച്ചടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് സാബുദാന കിച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് സാബുദാനയാണ്. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചൗവരി. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സാബുദാനയിൽ അത്യാവശ്യം നല്ലോണം അഴുക്കുണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് ആദ്യം തന്നെ കളയണം. അതിന് വേണ്ടിയിട്ട് പലതവണ നമുക്കിത് വാഷ് ചെയ്തെടുക്കണം. പച്ചവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യാം. ഓരോ ബ്രാൻഡ് അനുസരിച്ചും അതിൽ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ 1-2 പ്രാവശ്യം തന്നെ വാഷ് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായി തെളിഞ്ഞു വരും. അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടിരിക്കും ഈ സംഭവം. അപ്പോൾ ഇങ്ങനെ നിറയെ വൈറ്റ് കളറായ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് നന്നായിട്ട് 2-3 പ്രാവശ്യമോ നിങ്ങളുടെ ഇത് ക്ലിയർ ആവുന്ന വരെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്കിത് കുറെ നേരം കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വലിയ ടൈപ്പ് സാബുദാനയാണ്, അതായത് ചൗരിയാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ചെറിയ ടൈപ്പ് അല്ല കേട്ടോ. 2 തരത്തിൽ അവൈലബിൾ ആണ്. ചെറിയ ടൈപ്പ് അല്ല നമ്മൾ ഉപയോഗിക്കാം. ഇതുപോലെ വലിയ ടൈപ്പാണ് നമ്മൾ ഈ സാബുദാന കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ കൈകൊണ്ടാക്കുമ്പോഴേക്കും ആ വെള്ളം വെറും ഭയങ്കര വൈറ്റ് കളറായിട്ട് വെള്ളമായിട്ട് മാറി. ഇതിലുള്ള അഴുക്കുകളും പിന്നെ കുറെ സ്റ്റാർച്ച് പുറത്തേക്ക് വരും. അപ്പൊ മാക്സിമം ഇങ്ങനെയുള്ള സ്റ്റാർച്ച് ഒഴിവാക്കിയതിന് ശേഷം വേണം നമുക്കിത് കിച്ചടി ഉണ്ടാക്കി എടുക്കാൻ. അപ്പൊ ഇതുപോലെ ക്ലൗഡി വാട്ടർ അല്ലാതെ ക്ലിയർ ആയിട്ട് വാട്ടർ ആവുന്നവരെ നമുക്കിത് വാഷ് ചെയ്തെടുത്തോണ്ടേ ഇരിക്കും. ഇതാ ഞാനിപ്പോൾ ഇട്ടത് ഒരു 4 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കാണാൻ പറ്റും. ആ വൈറ്റ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട് അല്ലെ. ഈ പരുവായിരിക്കുന്ന വരെ വാഷ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് പോണ പോലെ കാണും. അത് സാരില്ല, അത് പൊക്കോട്ടെ. അല്ലാതെ ഉള്ളതാണ് നമുക്ക് വേണ്ടത്. കാരണം അതുപോലെയുള്ള പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാബുദാന കിച്ചടി ഉണ്ടാക്കുമ്പോൾ ആകെ ഒട്ടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് കളയാം. അതിനുശേഷം ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല. അതായത് ഇത് വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല. അതിന്റെ ഒരു കണക്കുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ വെള്ളം കംപ്ലീറ്റ് കളയട്ടെ കേട്ടോ ആദ്യം തന്നെ. അപ്പൊ ഞാൻ ഇതിന്റെ വെള്ളം ഊറ്റിയിട്ടുണ്ട്. അരിപ്പേ കൂടെ ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലാണ് ഞാൻ സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സാബുദാന അതായത് ചൗരി അളന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളക്കണം. ഞാനിപ്പോൾ ഇതിൽ 3/4 ഗ്ലാസ് വെള്ളം അളന്നെടുക്കാൻ പോവുകയാണ്. സാധാരണ പച്ചവെള്ളം, നല്ല വെള്ളം കേട്ടോ. ഈ 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ആ സാബുദാന മുങ്ങി കിടക്കുന്ന ഇച്ചിരി മാത്രം മേലോട്ട് വരുന്ന രീതിയിലുള്ള വെള്ളം. അപ്പൊ കറക്റ്റ് 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മള് ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ 6 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും ഇങ്ങനെ എല്ലാം വെള്ളം മുഴുവനും വലിച്ചു കുടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നല്ല ഗുണ്ടുമണികളായിട്ട് ഇരിപ്പുണ്ടാവും. ഇതിന്റെ സൈസും കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിന് ഒരു 6 മണിക്കൂർ മുമ്പ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാബുദാന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള സാബുദാന. കണ്ടില്ലേ, തനിയെ ഒട്ടിപ്പിടിക്കാതെ മണികൾ പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇത് ശരിക്കും കുതിർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ കുതിർന്നിട്ടുള്ള സാബുദാന കയ്യിലെടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പ്രസ്സായിട്ട് വരും. അതേസമയം ഇപ്പോൾ കുതിരാത്ത സാബുദാന നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പ്രസ് ചെയ്യാൻ പറ്റില്ല. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കല്ല് പോലെ ഇരിക്കും. നടുവിൽ ആ മിഡിൽ പോർഷനിൽ കല്ല് പോലെ വരും. അത് അതിൻ്റെ അർത്ഥം എന്താ, അത് കുതിർന്നിട്ടില്ല എന്നാണ്. അതേസമയം കുതിർന്നിട്ടുള്ളതാണ് ഇതുപോലെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ
ആക്കാൻ പറ്റുന്നത്. അപ്പോൾ അതും ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം ഇതുപോലെ നന്നായിട്ട് കുതിരണം. കുതിർന്നിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചിടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും കുക്കാവില്ല, ഉള്ളിൽ കുക്കാവാണ്ട് കല്ല് പോലെ കിടക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ പ്രസ് ചെയ്ത് നോക്കുക. അപ്പോഴും ശരിക്കും പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നാണ്. അപ്പം എന്ത് ചെയ്യണം? ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു പ്ലേറ്റിൽ ഒന്ന് വിടർത്തിയിട്ടതിന് ശേഷം അതിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം തെളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുക. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഒരുമിച്ച് സാബൂദാന 3-4 ഗ്ലാസ് ഒരുമിച്ച് ഇതേപോലെ സോക്ക് ചെയ്ത് വെക്കാം. ഒരു 4-5 ദിവസം നമുക്ക് ഒരുമിച്ച് ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് സാബൂദാന പുറത്തെടുക്കാം, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അപ്പം തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ ഇത് പ്രീ പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് സാബൂദാന കിച്ചടി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇത് കറക്റ്റായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഈ സാബൂദാന നമുക്ക് അടച്ചു വെക്കണം. പിന്നെ നമ്മുടെ ഈ സാബൂദാന കിച്ചടി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലണ്ടിയാണ്. ഇവിടെ ഞാൻ കപ്പലണ്ടി ഒന്ന് നന്നായി വറുത്തു. അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് വിപ്പ് ചെയ്താലും മതി. ഒരുപാട് നൈസാക്കണ്ട, ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് നൈസാക്കി നല്ല പൗഡർ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ആ സാബൂദാന ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇതിൽ ആഡ് ചെയ്യുന്നത്. അത് ടേസ്റ്റും കൊടുക്കും, അതേസമയം അതിങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാബൂദാനയുടെ കൂട്ടത്തിൽ കൂടെ ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയുടെ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാബൂദാനയുടെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ചിരിക്കുന്ന പീനട്ടിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം പഞ്ചസാര. അത് പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും. പഞ്ചസാര ചേർക്കാത്തവരുണ്ട്, ചേർക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതെല്ലാം കൂട്ടി നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വ്രതം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഇതിൻ്റെ നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് എനിക്ക് അറിയാത്തത് നമ്മൾ പറഞ്ഞ് തെറ്റ് വരുത്താൻ പാടില്ലല്ലോ. പക്ഷേ ഞാൻ പല വീഡിയോസിലും കണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഉപ്പിൻ്റെ കാര്യം പറയാറുണ്ട്. പിന്നെ പലരും വ്രതം എടുക്കുന്ന സമയത്ത് പല സാധനങ്ങളും ഉപയോഗിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നു അത് ഒഴിവാക്കാം കേട്ടോ. ഞാൻ ഈ റെസിപ്പിയിൽ ഇത് വ്രതത്തിനുള്ള റെസിപ്പിയല്ല, നോർമൽ ആയിട്ടുള്ള ഒരു കിച്ചടിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പിന്നെ ഇത്ര മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചെറിയ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കണ എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയതിന് ശേഷം അതിന്റെ ചൂടെല്ലാം ആറിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാത്ത പൊട്ടറ്റോ ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ കുക്ക് ചെയ്ത പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതിന് ശേഷം അത് നെയ്യിലോ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പീനട്ട് വറുത്ത പൊടിച്ചു വെച്ചിട്ടുള്ളത് ചേർത്തിട്ടുണ്ടെന്നാൽ പോലും എക്സ്ട്രാ നമുക്ക് ഇതിലോട്ട് കപ്പലണ്ടി, ഇത് പച്ച കപ്പലണ്ടിയാണ്, അത് ജസ്റ്റ് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഒരു ഭംഗിക്ക് കാണാനും നല്ലതാണ്, അതേസമയം കടിക്കാനും കഴിക്കുമ്പോഴും ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പലണ്ടി എടുത്തിരിക്കുന്നത്. കപ്പലണ്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. അവസാനം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇതേപോലെ കപ്പലണ്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ സാബൂദാന കിച്ചടി എന്ന് പറയുമ്പോൾ കപ്പലണ്ടി മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ അതിന് പോലെ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം, ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കൂ. കപ്പലണ്ടി ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൊട്ടറ്റോ ഇട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം വെള്ളം വാർന്നിട്ടുള്ള ഈ പൊട്ടറ്റോന്റെ പീസസിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നെയ്യിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരല്പം മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ചെയ്യുമ്പോൾ പൊട്ടറ്റോ പിന്നെയാണ് ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് കരിഞ്ഞു പോണ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ പൊട്ടറ്റോ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്.
അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പൊട്ടറ്റോ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. ആ പൊട്ടറ്റോയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ സാധാരണ രീതിയിൽ എന്താ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കിപ്പോൾ പച്ചക്കറികൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം, ക്യാരറ്റും അതുപോലെ തന്നെ പട്ടാണിയൊക്കെ. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ പൊട്ടറ്റോ മാത്രമേ ഇടുന്നുള്ളൂ. സാധാരണ രീതിയിൽ പൊട്ടറ്റോ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചിലവർ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ തക്കാളി ചേർക്കുന്നില്ല. അവസാനം കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചേർക്കണമെങ്കിലും തക്കാളി ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു അര തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ആ വാട്ടറി അല്ലാത്ത ഭാഗം ചേർത്ത് കൊടുത്താൽ മതി, അര തക്കാളി. അപ്പോൾ ഇത് തൽക്കാലം നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് മുറിച്ച് നോക്കുക. കണ്ടില്ലേ, സുഖമായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടോ, അതേസമയം കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ പൊട്ടറ്റോ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ സെയിം പാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തപ്പോൾ അതിലത്തെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നെയ്യിലെ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള കാരണം ഞാൻ പാത്രം തുടച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൊട്ടറ്റോയും അതുപോലെ തന്നെ നമ്മൾ കപ്പലിനെ വറുക്കുന്നത് വേണമെങ്കിൽ എണ്ണയിൽ വറുക്കാം കേട്ടോ. ഓയിലിൽ വറുക്കാൻ വിരോധമൊന്നുമില്ല. ഞാൻ നെയ്യിൽ വറുത്തുനിന്ന് മാത്രം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് താല്പര്യമില്ലാത്തവർ ഓയിൽ ഉപയോഗിക്കാം. നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ സാധാരണ രീതിയിൽ അവര് നെയ്യ് മെൽറ്റായതിനു ശേഷം ജീരകം പൊട്ടിക്കാറുണ്ട്. നമ്മൾ കടുക് പൊട്ടിക്കുന്നതിനേക്കാളും പകരമായിട്ട് ജീരകം പൊട്ടിക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ജീരകം പൊട്ടിക്കുന്നില്ല. എനിക്ക് ജീരകത്തിന്റെ ആ ഒരു വാസന ഇതിൽ നന്നായി തോന്നാറില്ല. അതുകൊണ്ടാണ് ജീരകം ഞാൻ പൊട്ടിക്കാത്തത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം നെയ്യ് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും മതി. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരുപാട് തക്കാളി മാഷ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കരിയാൻ പാടില്ല. എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ സാബുദാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം കൂട്ടാൻ പോവാണ്. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവസാനം വേണമെന്നുണ്ടെങ്കിൽ എരിവ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഗ്യാസ് ബർണർ ആണെങ്കിൽ മീഡിയം ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഞാൻ ഓരോ സ്റ്റവ് അനുസരിച്ച് മാറ്റം വരും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് നല്ല ട്രാൻസ്ലൂസന്റ് ആവുന്ന വരെ ഇത് കുക്ക് ചെയ്യണം. അത് നല്ല സോഫ്റ്റ് ബോൾ ആവണം. വായിൽ വെച്ച് കഴിക്കുന്ന സമയത്ത് നല്ല അലിഞ്ഞു പോണ പോലെ ആയിരിക്കണം കേട്ടോ. റബ്ബർ പോലെ ആവാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ ഈ കപ്പലണ്ടിയുടെ പൊടിച്ചതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സാബുദാന സോക്ക് ചെയ്തിട്ട് നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇത് കിച്ചടി ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് പോലും വേണ്ട. അത്ര എളുപ്പമാണ്. പിന്നെ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചിലർ മുളക് പൊടി ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഒരുപാട് വെള്ളം പാടില്ല. മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പറ്റുന്ന ചിലങ്ങ് കുഴഞ്ഞു പോവേ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇതിൽ തോന്നുകയാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ ആയ പോലെ തോന്നിയതുകൊണ്ടാണ് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ താഴെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് താഴെ ഒന്നും പിടിക്കില്ല. എന്നാൽ പോലും ഒന്ന് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമാണ്, മറക്കരുത്. തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ മണികളൊക്കെ ഇങ്ങനെ നന്നായി കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. താഴേന്ന് മേലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എപ്പോഴൊരു കുഴിയുള്ള പാത്രം എടുത്തോളൂ കേട്ടോ. ഫ്ലാറ്റായ പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും കൂടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തുറന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നന്നായി കുക്കായിട്ടുണ്ട്. എല്ലാത്തിനും നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. നല്ലൊരു എന്നിട്ട് ഒന്നെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഉണ്ടാ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല അലിഞ്ഞ് പോകുന്നുണ്ട്. അതായത് കുക്കായിട്ടുണ്ടെന്ന് ആ ഒരു ഇത് റബ്ബർ പോലെയല്ല. അപ്പം അതുവരെ നോക്കുക. അപ്പോൾ സമയം എനിക്കിപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിത് സാബുദാന ഇട്ടതിന് ശേഷം. അപ്പോൾ ഓരോ സ്റ്റവ് അനുസരിച്ച് മാറ്റം വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക, കല്ല് പോലെ ഇല്ലാതിരിക്കുക. അപ്പോൾ തന്നെ നന്നായി കുക്കായിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്.
ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് ആകെപ്പാടെ ഒട്ടി പിടിച്ചിട്ട് ഒരുമാതിരി കട്ട പോലെയാവും. അപ്പോൾ പിന്നെ പറയരുത് വീണ ചേച്ചി പറഞ്ഞില്ല എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരോ പോയിന്റുകൾ എടുത്തെടുത്ത് പറയുന്നത്. കാരണം ഞാനൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് പ്രാവശ്യം കൊള്ളായി പോയിട്ടുള്ളൊരു സാധനമാണിത്. ശ്രദ്ധിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ആകെ കട്ട പിടിക്കും. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ മണികളും സെപ്പറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കുക, എരിവ് നോക്കുക. എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് ഇഷ്ടം. അതേസമയം പെപ്പർ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചോളൂ. കറക്റ്റായിട്ടുണ്ട്. എരിവൊക്കെ കറക്റ്റാണ്. 2 മുളക് എനിക്ക് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ടേസ്റ്റ് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഉപ്പിലൊക്കെ മല്ലിയുടെ ഇല അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയുടെ ഇല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. ഇത് നമുക്ക് ടിഫിൻ ബോക്സ് ആയിട്ട് ഇപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും കൊടുത്തുവിടാം. അതുപോലെ കുട്ടികൾക്കാണ് കൊടുത്തുവിടാൻ പറ്റുന്നൊരു സംഭവമാണ്. തണുത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവും കഴിക്കാൻ. അല്ലെങ്കിലാണ് ഈ കല്ല് പോലെ ഇരിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ ഞാനൊരു ഗ്രീൻ ചട്നി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ദാബ സ്റ്റൈൽ ഗ്രീൻ ചട്നി. ആ ഗ്രീൻ ചട്നിയുടെ കൂടെ നല്ലതാണ്. തന്നെ കഴിക്കാൻ പറ്റും, ചട്നിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഞാൻ ചട്നിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ അത് നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, ഇനി അവസാനം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ. ലെമൺ ജ്യൂസ് ഓരോരുത്തരുടെ പുളി അനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാതളത്തിന്റെ അല്ലി, പോമഗ്രനേറ്റിന്റെ അല്ലി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, പ്രസന്റേഷനൊക്കെ. അത് പക്ഷെ സാധാരണ രീതിയിൽ ഇടണമെന്നില്ല കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് അതിന്റെ മുകളിൽ ഇടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കപ്പലണ്ടീനെ വറുക്കരുത് കേട്ടോ. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പൊ നമ്മുടെ സ്വന്തം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സാബൂദാന കിച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ഓരോ മണികളും സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ, മുത്തുമണികൾ പോലെ ഒട്ടും തന്നെ കട്ട പിടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. അതേസമയം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ സാബൂദാന കിച്ചടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചവര് നമ്മുടെ വീട്ടിൽ സാധാരണ മലയാളികളുടെ വീട്ടിൽ ഉണ്ടാവാറുള്ള ഒരു സംഭവമാണ്. ഒരു വെറൈറ്റിക്ക് ഇപ്പൊ 4 മണിക്കൊക്കെ നമുക്കിത് കഴിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെ ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വായ ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തുമണികളെ ഞാൻ കഴിക്കട്ടെ. ചൂടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. വായലിട്ട് അലിഞ്ഞു പോകുന്ന നമ്മുടെ കിച്ചടി എല്ലാവരും തയ്യാറാക്കി നോക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ആണെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിലാണ് റബ്ബർ പോലെ ഉണ്ടാവുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക. ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തോളൂ. കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ ചെറുക്കിയത് ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർക്കാൻ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ തേങ്ങ ചെറുക്കിയത് ചേർക്കുന്നില്ല, പക്ഷെ ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ രാത്രിക്കൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യുക. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് വേണ്ടി സ്റ്റീം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഈ അവനിൽ വെച്ച് ചൂടാക്കുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ റബ്ബർ പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചട്ടിയിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കുഞ്ഞു ആവ നോക്കിയേ, പോപ്സിക്കിൾസ് ഇരുന്ന് കഴിക്കണ. അതിന്റെ ഉള്ളിൽ നിറച്ച് മാതളാണ്. എന്നിട്ട് പോപ്സിക്കിൾ തന്നെ അടിച്ചേൽപ്പിച്ചാണ്. എന്നെ മൃഗീയമായി മദ്യപിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പോലെ എന്നെ മൃഗീയമായി പോപ്സിക്കിൾ അവന്റെ വായിൽ കുത്തി കയറ്റി. ഞങ്ങളൊന്ന് പരീക്ഷ വയ്ക്കുന്നല്ലോ. പച്ചന്താ അവക്കാടോ അല്ല, കിവി. കിവി ഇവിടെ വാങ്ങിക്കാറില്ല. ഞാൻ വാങ്ങിച്ചു, നല്ല ചീപ്പായിട്ട് കിട്ടിയ. ഈ മാങ്കോ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണം. സ്പിനീസ് ഈ സാധനം ഇടാം അടുത്ത വ്യാഴാഴ്ച.